ചെങ്ങ ഒരു ലെങ്തി വീഡിയോ ആണ്. നിർബന്ധമായിട്ടും യൂറോപ്പിലേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാൻ നിൽക്കുന്ന ആളുകൾ കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വണ്ടിയിൽ ബർത്തിൽ കിടക്കുന്ന ഒരു ഫോട്ടോസ്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾ റൂമും കാര്യങ്ങളൊന്നുമില്ലേ, വണ്ടി തന്നെയാണോ കിടത്തുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ സാങ്കല്പികം എന്താണെന്ന് എനിക്കറിയില്ല. അതായത് ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടത്തും കാര്യങ്ങളും എല്ലാം വണ്ടി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുക, രണ്ടാമത് നമ്മൾ ഉറങ്ങുക, മൂന്നാമത് നമ്മൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ. ഇതൊന്നും സമയത്തിൽ നടക്കാത്തൊരു സംഗതിയാണ് ഈ യൂറോപ്പിൽ. സത്യം പറഞ്ഞാൽ ട്രക്ക് ലൈഫിൽ, പ്രത്യേകിച്ച് നാട്ടിൽ ഓട്ടോറിക്ഷയിൽ പോയാലും കാറിൽ പോയാലും ബസ്സിൽ പോയാലും ഒക്കെ ഇവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട കുറേ ആളുകൾ തന്നെ, ഞാൻ അറിയുന്ന ആളുകൾ കുറേ പേര് ട്രക്ക് ലൈഫ് ഒന്നും നടക്കില്ല, ഇവിടുത്തെ വേറെ എന്തെങ്കിലും പണി ചോദിക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ഈ ഓട്ടോറിക്ഷ പോകുന്നവരും ബസ് പോകുന്നവരും അല്ലെങ്കിൽ കാറ് പോകുന്നവരും കളിയാക്കി പറയില്ല, നിങ്ങളുടെ തൊഴിലും അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമാണ്. ഇപ്പോൾ നാട്ടിൽ ലോറി പോയ ആൾക്ക് അറിയാൻ പറ്റും, അവരൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരാം. ഞാൻ ടിപ്പറിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ, ചില നിങ്ങൾ 2 ദിവസം 3 ദിവസം പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്താറൊക്കെ. അപ്പം അവർക്കറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നാലും നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട് വണ്ടിയാണ്. ആഴ്ചയിൽ ചിലപ്പോൾ 2 ആഴ്ചയിൽ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ബേസ് തന്നെ കിട്ടുക. ആ ബേസ് പോകുമ്പോഴാണ് നമ്മൾ റൂമിലൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ വണ്ടി തന്നെയാണ്. അപ്പോൾ വരുന്ന ആളുകളെങ്കിൽ പറഞ്ഞു വെച്ചാൽ നമ്മളിതൊക്കെ ഫേസ് ചെയ്യാൻ കണക്കായിട്ട് വേണം വരാൻ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പിന്നാമ്പറ ചിത്രങ്ങളോ ഒന്നുമല്ല ഇവിടെ ഉള്ളത്. നമ്മളെല്ലും മുറേ ഒരു ചൊല്ലുണ്ടല്ലോ, എല്ലും മുറേ പണിയെടുത്താൽ പല്ല് മുറേ തിന്നാന്നില്ല. ആ ഒരു അവസ്ഥയാണ് യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവറായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴുള്ള അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുകയാണ്. നിങ്ങളാരും പേടിപ്പിക്കല്ല. പലർക്കും ഒരു ധാരണ ഉണ്ട്, യൂറോപ്പ് എന്ന് കേൾക്കുമ്പോൾ അവിടെ ആ പേരിൽ യൂറോപ്പ് ഒരു വേറിട്ടൊരു കൺട്രി ആണല്ലോ എന്നുള്ളൊരിതുണ്ട്. പക്ഷേ അതൊക്കെ വെറും ഒരു സാങ്കല്പികം മാത്രമാണ്. നമ്മൾ നല്ലോണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ, ഭക്ഷണം ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കും, ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. പിന്നെ അതേമാതിരി തന്നെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് €1 ആണ് നമ്മൾ എക്സ്പെൻസ് ചെയ്യുന്നത്. €1 ടോയ്ലറ്റിൽ. അതുമാതിരി കുളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് €3 കുളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. ഞാനൊക്കെ കുളിച്ചിട്ട് ഒരാഴ്ചയായി. ഞാൻ കുളിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മളിൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചില പാർക്കിങ്ങിൽ നമ്മൾ ചെന്ന് വിട്ടാൽ ചിലപ്പോൾ നമുക്ക് പാർക്കിങ്ങിൽ ടോയ്ലറ്റ് ഉണ്ടാവും, ചിലപ്പോൾ കുളിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല. പിന്നെ ഉറക്കമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി ആയിരിക്കും ഓട്ടം, ചിലപ്പോൾ പകലായിരിക്കും. അതൊക്കെ ഇങ്ങനെ മാറിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറി വരും. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന, ഞാനും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്ന ഒരു യൂറോപ്പല്ല. നമ്മൾ നല്ലോണം കഷ്ടപ്പെടാനുണ്ട്. കഷ്ടപ്പെട്ടാലും മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല, പക്ഷേ സിറ്റുവേഷൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ചിലപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോഴാണ് നമ്മൾ ആരെ കുറ്റം പറയുന്നത്? നമ്മൾ ഈ ഒരു ട്രക്കിൽ ഉള്ളൊരു ജോലിയും അതുപോലെ തന്നെ നമ്മൾ ഏത് ഏജൻസി വഴിയാണ് വന്നതെന്ന് വെച്ചാൽ ആ ഏജൻസിനും കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് ഒരു മാസം ചിലപ്പോൾ 2 ആഴ്ച ഒരു കമ്പനീൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങിന് വിടും. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കമ്പനി, ഏത് കമ്പനിയിൽ വെച്ചാൽ കമ്പനി നമുക്കൊരു വണ്ടി വിട്ട് തരിക ചെയ്യുന്നു. പിന്നെ ആ വണ്ടി നമ്മളെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഓടുന്നത്. ഓട്ടം കാര്യങ്ങളൊക്കെ കമ്പനി ഉണ്ടായിട്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീഡിയോ ലെങ്തിയാണ്, മുഴുവനായിട്ട് എല്ലാവരും കാണണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന സമയത്ത് വണ്ടീൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് ഓടി സ്കാൻ ചെയ്തിട്ട് നമ്മൾ തരിക. എല്ലാ മുക്കും മൂലയും കംപ്ലീറ്റ് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ തരിക.
തിരിച്ച് നമ്മൾ കൊടുക്കുമ്പോഴും അത് അങ്ങനെ തന്നെ ആവണം. അതിലെന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ സാലറിയിൽ നിന്ന് പൈസ കട്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡീസൽ മൈലേജ്, എയർ ബ്ലൂ മൈലേജ്, ഇതെല്ലാം നോക്കും. ഡീസൽ മൈലേജ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് സാലറി കട്ടാവും. എയർ ബ്ലൂ മൈലേജ് കുറവാണെങ്കിൽ സാലറി കട്ടാവും. പിന്നെ നാവിഗേഷൻ വെച്ചിട്ടാണ് വണ്ടി ഓട്ടുന്നത്. റൂട്ട് മാറി നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അതിനും സാലറി കട്ടാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഈസിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കാർ ഓടിക്കാൻ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകൾ ഇവിടെ ട്രെയിലറിലൊക്കെ ഡ്രൈവറായി പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് ആളുകൾ വണ്ടി ഞാൻ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ട്രക്കിന് നടക്കില്ല, വേറെ എന്തെങ്കിലും ജോബ് സെറ്റാക്കി തരുമോ, ഇവിടെ നമ്മുടെ നാട്ടിലതുപോലല്ല, നമുക്കിതായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാണ്ടായ കാരണം. നിങ്ങളാരും ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ഇതെല്ലാം ഫേസ് ചെയ്യാൻ കണക്കായിട്ട് വേണം നിങ്ങൾ ട്രക്ക് ഡ്രൈവറായിട്ട് യൂറോപ്പിലേക്ക് വരാൻ. ഓക്കെ, നമുക്ക് നാട്ടിലേക്കാൾ ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്, സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, നമുക്ക് ചില കാര്യത്തിനൊന്നും മറുപടി വരാൻ പറ്റുന്നില്ല. കാരണം ഇവരൊക്കെ മനസ്സിലുള്ള സാങ്കല്പിക്കുകയും യൂറോപ്പിൽ ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ ടിപ്പറിൽ പോയതാണ്. അപ്പോൾ എനിക്കറിയാതെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത്. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലെത്താറ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമുക്കിവിടെ എത്തി ഒരു എൻട്രി ആണ് പ്രശ്നം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ മാറിക്കൂടാം. അതിന് നമ്മൾ വേറെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ കമ്പനിയിൽ എന്താണ് ഡോക്യുമെൻറ്റേഷൻ വർക്ക് നടക്കുമല്ലോ, ആ ഒരു കാലതാമസം മാത്രമേ ഉണ്ടാവുള്ളൂ. GCCയിലെ മാതിരി, അതിപ്പോൾ GCC കൺട്രിയിൽ നമ്മളിപ്പോൾ ഒരു വിസയ്ക്ക് ചെന്നാൽ 2 വർഷം അല്ലെങ്കിൽ 1 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരിക്കും. ആ എഗ്രിമെൻറ്റ് തീരാതെ നമുക്ക് അവിടുന്ന് മാറൽ നടക്കും. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സ്പോൺസറെ പെർമിഷൻ വേണം ആ ജോലിയിൽ നിന്ന് വേറെ ജോലി മാറുന്നത്. പക്ഷേ ഇവിടെ യൂറോപ്പിൽ അങ്ങനെയല്ല. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനി ഡ്രൈവറായി വന്നാൽ നിങ്ങൾക്ക് അത് നടക്കില്ല, പോരാ, എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാം. അതിനിവിടെ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനൊന്നുമില്ല. ആ കമ്പനിയിലെ പേപ്പർ വർക്കെല്ലാം റെഡി ആവുന്നവരെ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ജോലി മാറാം. അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്താണ് ട്രക്ക് ലൈഫ് യൂറോപ്പിൽ എന്നുള്ളത്. നല്ലോണം ഇതിനെക്കുറിച്ച് മനസ്സിരുത്തി എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മൈൻഡിലായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഈ വീഡിയോസും ഫോട്ടോസും ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾ എന്താവില്ല, ഇവിടെ നിങ്ങൾക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് പറഞ്ഞാൽ ഇപ്പം നോർമലി ക്ലൈമറ്റാണ്. പിന്നെ ഇനി കൊടും തണുപ്പ് വരാണ്ട്, ഞാനും അത് അനുഭവിച്ച് പറയാൻ പോകുന്നുള്ളൂ. -10 വരെ 15 വരെയൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ ഇവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം യൂറോപ്പിലേക്ക് ട്രക്ക് ഡ്രൈവർ. അത് മാത്രമേ പറഞ്ഞിട്ടു, ബാക്കിയുള്ള ജോബ് അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാനീ ഒരു ഫീൽഡിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല ഇതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ വണ്ടി വലുതാണെങ്കിലും കൂടിയിട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഏത് വണ്ടി നമുക്ക് സൈക്കിൾ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാം, നിങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ പേടിപ്പിക്കുകയല്ല. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ എല്ലാ കാരണം എനിക്ക് തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പലരും മെസ്സേജ് വിടുമ്പോഴൊക്കെ പല രീതിക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്താ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയല്ലാണ് ലൈഫ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം നമുക്ക് യൂറോപ്പിൽ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രി ആണ് വിഷയം. ഒരു എൻട്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോബ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. വന്ന പണിക്ക് തന്നെ നിൽക്കണമെന്നില്ല, ഏത് പണിക്കും നോക്കാം, എന്ത് പണി കൊടുക്കാം. അതിന് നിങ്ങളാരും, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും സെറ്റായാൽ മതി. അതിൽ നിങ്ങൾക്ക് ആരും ഇവിടെ തടസ്സമാവില്ല. ഓക്കെ, അപ്പോൾ ബൈ.